അമേരിക്ക ഇന്ത്യയുടെ മുകളിൽ 50% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യക്ക് മേൽ മാത്രമല്ല, അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുടെ മേലെയാണ് ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എണ്ണ വാങ്ങുന്നതിലൂടെ റഷ്യയെ ഉക്രൈൻ യുദ്ധത്തിൽ സഹായിക്കുന്നു, ഇന്ത്യ തന്റെ ആഭ്യന്തര വിപണിയിൽ മറ്റു രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നീ 2 കാരണങ്ങളാണ് പ്രധാനമായും ട്രംപ് ഇന്ത്യക്ക് മേലെയുള്ള അധിക താരിഫിന് കാരണമായി പറയുന്നത്. തന്റെ നിബന്ധനകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഈ താരിഫ് ഇനിയും കൂട്ടുമെന്നും കൂടുതൽ വിലക്കുകൾ ഏർപ്പെടുത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. എന്നാൽ എന്താണ് ശരി? ഇന്ത്യ റഷ്യയെ സഹായിക്കുന്നുണ്ടോ? ഇന്ത്യ സ്വന്തം വിപണിയെ വിദേശ കമ്പനികളുടെ കടന്നുവരവിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? വരൂ നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയങ്ങളെ മനസ്സിലാക്കാൻ ഇന്ത്യയുടെ ചരിത്രം കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് 1600കളിലേക്ക് ഒന്ന് പിന്നോട്ട് പോകാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് വ്യാപാരികളായാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുഗന്ധവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങളും ചായവും ഇവിടെ നിന്നും വാങ്ങി യൂറോപ്പിലേക്ക് കയറ്റി അയച്ചു. എന്നാൽ മുഗൾ ഭരണം ദുർബലമായപ്പോൾ കമ്പനി തങ്ങളുടെ സ്വകാര്യ സൈന്യം ഉപയോഗിച്ച് പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി. 1757 പ്ലാസ യുദ്ധവും പിന്നെ ബക്സറും വഴി അവർ ബംഗാളിന്റെയും ബീഹാറിന്റെയും ഒറീസയുടെയും റവന്യൂ നിയന്ത്രണം കൈക്കലാക്കി. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചു. കർഷകർക്ക് ഭക്ഷ്യവിളകൾക്ക് പകരം കറുപ്പ്, ഇൻഡിഗോ, പരുത്തി തുടങ്ങിയ കയറ്റുമതി വിളകൾ കൃഷി ചെയ്യേണ്ടതായി വന്നു. 1793 പെർമനന്റ് സെറ്റിൽമെന്റ് നിയമപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി നികുതി പിരിക്കാൻ ജമീന്ദർമാരെ നിയമിച്ചു. ഈ നിയമനം ബിഡിംഗ് സിസ്റ്റത്തിലൂടെയായിരുന്നു നടത്തിയിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആര് കൂടുതൽ വരുമാനം വാഗ്ദാനം ചെയ്തിരുന്നോ അവർക്ക് നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി പതിച്ചു നൽകി. ജമീന്ദർമാരാകട്ടെ തങ്ങളുടെ മുതൽ മുടക്ക് തിരിച്ചു നേടാൻ വേണ്ടിയും കമ്പനിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും കർഷകരിൽ നിന്ന് വലിയ തുക നികുതിയായി പിരിച്ചു തുടങ്ങി. ഉയർന്ന നികുതിയും കാലാവസ്ഥയെ ആശ്രയിച്ചുള്ള വിളവും കാരണം കർഷകർ കടക്കാരായി. പലർക്കും ഭൂമി നഷ്ടപ്പെട്ടു. അവർ അവരുടെ ഭൂമിയിൽ തന്നെ തൊഴിലാളികളായി മാറി. ഈ ഒരു ചരിത്രം ഇന്ത്യയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. സാമ്പത്തിക ആശ്രിതത്വം അടിമത്തത്തിന് തുല്യമാണെന്ന് ഇന്ത്യ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. ബ്രിട്ടന്റെ ഭരണത്തിൽ ഇന്ത്യ അവർക്ക് സമ്പത്ത് നേടാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു. ഇന്ത്യയിലെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് കയറ്റിവിടുന്ന ഒരു യന്ത്രം പോലെ ബ്രിട്ടീഷ് ഭരണകൂടം പ്രവർത്തിച്ചു. 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ വലിയ തോതിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടു. താരതമ്യേന മികച്ച വിളവ് തന്നിരുന്ന പ്രദേശങ്ങൾ വിഭജനത്തിലൂടെ നഷ്ടമായി. ബാക്കിയുള്ള സ്ഥലങ്ങളാകട്ടെ കാർഷികമായോ വ്യവസായികമായോ ബ്രിട്ടീഷുകാരുടെ കീഴിൽ പുരോഗമിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യക്ക് ഭക്ഷണത്തിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. 50കളിൽ അമേരിക്കയിൽ നിന്ന് PL480 പദ്ധതി വഴി ഗോതമ്പ് ഇറക്കുമതി ചെയ്തു. പക്ഷേ അമേരിക്കയുടെ ഈ സഹായം നിബന്ധനകൾ ഇല്ലാത്തതല്ലായിരുന്നു. 1960കളിൽ ഇന്ത്യ വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയെ വിമർശിച്ചപ്പോൾ അമേരിക്ക ഭക്ഷ്യസഹായം വൈകിപ്പിക്കുകയും സഹായത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്തു. ഇത് ഇന്ത്യക്ക് വലിയൊരു പാഠമായി. സ്വന്തം നിലനിൽപ്പ് മറ്റൊരാളുടെ കയ്യിലാകുമ്പോൾ അവരുടെ നിബന്ധനകൾക്ക് വഴങ്ങേണ്ടി വരുമെന്ന് ഇന്ത്യ മനസ്സിലാക്കി. ഇതൊരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ സ്വന്തം പരമാധികാരത്തെയും സുരക്ഷയെയും ബാധിക്കുമെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു. കൂടാതെ അമേരിക്കയുടെ വിയറ്റ്നാം യുദ്ധത്തെ നിയോ കൊളനൈസേഷനായാണ് പഴയ കോളനികൾ കണ്ടത്. അങ്ങനെയാണ് 1960കളിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. മെച്ചപ്പെട്ട വിത്തുകൾ, ജലസേചനം, വളങ്ങൾ എന്നിവ വഴി ഇന്ത്യൻ ഗവൺമെന്റ് ഗോതമ്പിന്റെയും അരിയുടെയും ഉൽപ്പാദനം കുത്തനെ കൂട്ടി. 1970കളിൽ ഓപ്പറേഷൻ ഫ്ലഡ്, അതായത് വെളുത്ത വിപ്ലവം വഴി പാൽ ഉൽപ്പാദനത്തെയും പുതിയ ഉയരങ്ങളിലെത്തിച്ചു. ചെറുകിട കർഷകർക്ക് സഹകരണ സംഘങ്ങൾ വഴി വരുമാനവും ഭക്ഷ്യസുരക്ഷയും കിട്ടി. ഈ വിപ്ലവങ്ങൾ കൃഷി പദ്ധതികൾ എന്നതിലുപരിയായി ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ അടിത്തറയായി മാറി. ഇന്ത്യ അമേരിക്ക ബന്ധം പിന്നീടും സുഗമമായിരുന്നില്ല. 1965, 1971 യുദ്ധങ്ങളിൽ അമേരിക്ക പാകിസ്ഥാനെ പിന്തുണച്ചു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യ ഇടപെട്ടപ്പോൾ USS എന്റർപ്രൈസ് വിമാനവാഹിനി കപ്പൽ പാകിസ്ഥാനെ സഹായിക്കാനായി അമേരിക്ക ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു. 1974ലെയും 1998ലെയും ആണവ പരീക്ഷണങ്ങൾക്ക് ശേഷം അമേരിക്ക ഇന്ത്യക്ക് മേൽ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇതുമൂലം ഉയർന്ന സാങ്കേതിക വിദ്യ, പ്രതിരോധ ഉപകരണങ്ങൾ, ആണവം എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ വളർച്ച പരിമിതമായി. 1999 കാർഗിൽ യുദ്ധത്തിൽ സാറ്റലൈറ്റ് ഡാറ്റ, നാവിഗേഷൻ ഉപകരണങ്ങൾ തുടങ്ങിയവ നേടാൻ ഇന്ത്യ ബുദ്ധിമുട്ടി. ഈ അനുഭവങ്ങൾ ഇന്ത്യയെ പഠിപ്പിച്ചത് ഒന്നാണ്: തന്ത്രപരമായ സ്വയം പര്യാപ്തത, പരമാധികാരവും രാജ്യസുരക്ഷയും ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ ബന്ധം വളർത്തി.
സാങ്കേതികവിദ്യയും പ്രതിരോധവും വൈവിധ്യവൽക്കരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തു. കൂടാതെ ശീതയുദ്ധകാലത്ത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള അടുപ്പം ഇന്ത്യയെ അമേരിക്കയിൽ നിന്ന് അകറ്റിയിരുന്നു. 1950കളിൽ അമേരിക്ക പാകിസ്ഥാന് സൈനിക സാമ്പത്തിക സഹായം നൽകി. അമേരിക്ക പാകിസ്ഥാനെ സെൻട്രൽ ഏഷ്യയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് കണ്ടത്. ലോകത്തെ ഏറ്റവും പഴയ ഡെമോക്രസി ആയിട്ട് കൂടി പാകിസ്ഥാനിലെ ആർമി ഭരണത്തെ അമേരിക്ക അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി പിന്തുണച്ചു. 1971 ബംഗ്ലാദേശ് പ്രതിസന്ധിയിൽ നിക്സൺ ഭരണകൂടം ചൈനയുമായുള്ള തങ്ങളുടെ പുതിയ ബന്ധം സംരക്ഷിക്കാൻ പാകിസ്ഥാനെ പിന്തുണച്ചു. ഈ സമയത്ത് നിക്സണും കിസിഞ്ചറും ഇന്ത്യൻ നേതാക്കളെക്കുറിച്ച് പരുഷമായി സംസാരിച്ചതിന്റെ രേഖകൾ പിന്നീട് പുറത്തുവന്നു. ഇത് ഇന്ത്യയിൽ ആഴമായ വിശ്വാസക്കുറവുണ്ടാക്കി. അതേസമയം അന്നത്തെ USSR ഈ പ്രതിസന്ധിയിൽ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്തു. 21ാം നൂറ്റാണ്ടായപ്പോൾ ചൈനയുടെ ഉയർച്ച, തന്ത്രപരമായ ഇന്തോ പസഫിക് മേഖലയിലെ മാറ്റങ്ങൾ എന്നിവ അമേരിക്കയെ ഇന്ത്യയിലേക്ക് അടുപ്പിച്ചു. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവർ ഉൾപ്പെടുന്ന ക്വാഡ് തുറന്ന വ്യാപാരവും സുരക്ഷിതമായ വിതരണ ശൃംഖലകളും സാങ്കേതിക സഹകരണവും ലക്ഷ്യമിട്ട് സ്ഥാപിച്ചതാണ്. എന്നാൽ പഴയ അനുഭവങ്ങൾ ഇപ്പോഴും മറക്കാത്ത, സ്വന്തം പരമാധികാരത്തെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ വ്യാപാരത്തിൽ കൂടി രാജ്യത്തിനുള്ളിൽ തന്നെ സാങ്കേതികവിദ്യയും തൊഴിലവസരങ്ങളും വളർത്താനാണ് താൽപര്യപ്പെടുന്നത്. ശക്തമായ കൃഷി, പാലുൽപാദന മേഖലകൾ ഭക്ഷ്യസുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് ഇന്ത്യ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങളും ഈ മേഖലകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഇന്ത്യയുടെ GDPയുടെ 60% എക്സ്പോർട്ടിനെ ആശ്രയിച്ചല്ല, മറിച്ച് ആഭ്യന്തര വിപണിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ കമ്പനികളുടെ ഈ മേഖലകളിലേക്കുള്ള കടന്നുവരവ് രാജ്യത്തെ വീണ്ടും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്തേക്ക് എത്തിച്ചേക്കാമെന്ന് ഇന്ത്യ ഭയപ്പെടുന്നു. അമേരിക്കയും സ്വന്തം രാജ്യത്തെ കർഷകർക്ക് ആനുകൂല്യങ്ങളും സുരക്ഷയും നൽകുന്നുണ്ട്. അമേരിക്കയിൽ കാർഷിക മേഖലയ്ക്ക് വലിയ സബ്സിഡികൾ ലഭിക്കുന്നു. ചോളം, സോയ, പരുത്തി, പാലുൽപാദനം എന്നീ മേഖലകൾക്ക് വില പിന്തുണ, ഇൻഷുറൻസ്, നേരിട്ടുള്ള പേയ്മെന്റ് എന്നിവ ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നു. ഇതിന് പ്രധാന കാരണം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കർഷക ജില്ലകൾക്കുള്ള സ്വാധീനമാണ്. കൂടാതെ കൃഷി എന്നത് ക്യാപിറ്റലിസം പിന്തുടരുന്ന അമേരിക്കയിൽ വ്യവസായമായി പണ്ടേ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡോളറിന്റെ ആധിപത്യം അമേരിക്കയുടെ ആഗോള സാമ്പത്തിക ശക്തിയുടെ അടിസ്ഥാനമാണ്. ഉപരോധങ്ങൾ, മൂലധന നിക്ഷേപം, ചരക്ക് വിലനിർണ്ണയം എന്നിവ ചെയ്യാൻ അമേരിക്കയെ സഹായിക്കുന്നത് ഡോളറിന്റെ ആഗോള ആധിപത്യമാണ്. ഇതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സ്വാധീനത്തെ എതിർക്കുന്ന രാജ്യങ്ങൾ പ്രധാനമായും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഡോളറിന് പകരമായുള്ള ഒരു ബദൽ സംവിധാനം. ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടുന്ന ബ്രിക്സ് ഒരു ബദൽ സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യ രൂപയിൽ വ്യാപാരം വർദ്ധിപ്പിക്കാനും കറൻസി സ്വാപ്പുകൾ ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഡോളറിന്റെ എതിരെയുള്ള ഒരു ബദൽ സംവിധാനം അമേരിക്കയുടെ വിലപേശലുകളിൽ നിന്നും ഉപരോധങ്ങളിൽ നിന്നും രക്ഷ നേടാൻ രാജ്യങ്ങളെ സഹായിക്കും. ഇതുകൊണ്ട് തന്നെ ബ്രിക്സിനെ കുറച്ച് ഭയത്തോടെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. 2022 ഉക്രൈൻ യുദ്ധം ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ മറ്റൊരു വശം കാണിച്ചു. പണപ്പെരുപ്പം നിയന്ത്രിക്കാനും ജനങ്ങളെ സംരക്ഷിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി അമേരിക്കയുടെ ഈ രാജ്യങ്ങളുടെ മേലെയുള്ള ഉപരോധം മൂലം തടസ്സപ്പെട്ടപ്പോൾ റഷ്യ ഒരു പ്രായോഗിക ഓപ്ഷനായി മാറി. ആദ്യം എതിർത്തെങ്കിലും ആഗോളതലത്തിൽ എണ്ണയുടെ വില നിയന്ത്രിക്കാനും വിലക്കയറ്റം തടയാനും അമേരിക്ക ഇന്ത്യയെ പിന്നീട് ഈ കാര്യത്തിൽ നിശബ്ദമായി പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. ആഗോളതലത്തിൽ 11% പങ്കുള്ള റഷ്യൻ ഓയിൽ വിപണിയിൽ എത്തിയില്ല എങ്കിൽ ഒപെക് മാത്രമായി ഒതുങ്ങുമായിരുന്ന എണ്ണ വിപണി ലോകമെമ്പാടും വിലക്കയറ്റത്തിന് കാരണമാകുകയും സാമ്പത്തികമായി എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുകയും ചെയ്യുമായിരുന്നു. കൂടാതെ യൂറോപ്പ് ഇപ്പോഴും നേരിട്ടുമല്ലാതെയും എനർജിക്കായി റഷ്യയാണ് ആശ്രയിക്കുന്നത്. അമേരിക്കയും റഷ്യയിൽ നിന്ന് യുറേനിയം, വളം തുടങ്ങിയവ ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം നോക്കിയാൽ ഇപ്പോൾ മോശമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ കാരണങ്ങൾ പലതാണെന്ന് മനസ്സിലാകും. ഫ്രീ ട്രേഡിന്റെ ഭാഗമായി ഇന്ത്യ തന്റെ അഗ്രി, ഡയറി മേഖലകൾ തങ്ങൾക്കായി തുറന്നു തരണമെന്ന് അമേരിക്ക വാദിക്കുന്നു. എന്നാൽ ഈ മേഖലകൾ സ്വന്തം സുരക്ഷയുടെയും നിലനിൽപ്പിന്റെയും അടിത്തറയായതിനാൽ ഈ ഒരാവശ്യം ഇന്ത്യ നിരസിക്കുകയാണ് ഉണ്ടായത്. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെക്കാൻ താൻ ഇടപെട്ടെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളിക്കളഞ്ഞത് തുടങ്ങി അമേരിക്കയുടെ വൺ സൈഡായ വ്യാപാര താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തതും അമേരിക്കയുടെയും അമേരിക്കൻ ഡോളറിന്റെയും ലോകാധിപത്യത്തെ ചോദ്യം ചെയ്തേക്കാവുന്ന ബ്രിക്സിലെ ഇന്ത്യയുടെ പങ്കാളിത്തവുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ട്രംപ് തന്റെ നയങ്ങളിലൂടെ അമേരിക്കയുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും അമേരിക്കൻ കോർപ്പറേറ്റ് ലോബിയെ തൃപ്തിപ്പെടുത്താനും അമേരിക്കയുടെ ലോകരാജ്യങ്ങൾക്ക് മേലെയുള്ള ആധിപത്യത്തെ വർദ്ധിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ത്യ ആകട്ടെ സ്വന്തം പരമാധികാരവും സുരക്ഷയും നഷ്ടപ്പെടുത്താതെ മുന്നോട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇരു കൂട്ടരും വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങാത്ത പക്ഷം ഇന്ത്യ അമേരിക്ക ബന്ധം ഇനിയും താഴേക്ക് പോകാനേ സാധ്യതയുള്ളൂ.